നിറം മാറി ഇത് കുറച്ചുകൂടെ ഇതായിട്ട് വരും. കളറ് കുറച്ചുകൂടെ കളറാവും അല്ലേ? നല്ല കറുപ്പ് വരുമ്പോഴാണ് പറിക്കുന്നത്. അപ്പൊ ഇതാണ് മരമുന്തിരി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോ നിൽക്കുന്നത് ജോർജ് കുട്ടിച്ചേട്ടന്റെ വീട്ടിലാണ് കേട്ടോ. ഞാനിപ്പോ മൂന്നാറിലാണ്. മൂന്നാറ് ആനച്ചാലില്. ഇപ്പൊ ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഇരിക്കുന്നുണ്ടോ, ഇത് മരമുന്തിരിയാണ്. ഇതിപ്പോ പച്ച കളറാണ്, പഴുത്തിട്ടില്ല. അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. ഇതിന്റെ വേറൊരു പേരൊക്കെ ഉണ്ട്. ആ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമോ? എന്തായാലും നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഇതാണ് നമ്മുടെ ജോർജ് കുട്ടിച്ചേട്ടനായ ഈ ആനച്ചാലിലെ കർഷകന്റെ ഒരുപാട് ഫീച്ചറുകളൊക്കെ പത്രങ്ങളിലും ടിവിയിലൊക്കെ വന്നിട്ടുണ്ട്. അമ്പഴച്ചാല കേട്ടോ, അമ്പഴച്ചാല. ആനച്ചാലല്ല, അമ്പഴച്ചാല. ആനച്ചാൽ ഇവിടുന്ന് 5 കിലോമീറ്ററും കൂടെ. നമസ്കാരം, എന്തുകൊണ്ട് വിശേഷം? അർബുദനാശിനി. വളരെ രസമാണ്. രാവിലെ ഇത് വിടരും. 10 മണിയാകുമ്പോൾ ഇത് ചുരുണ്ട് വിടും. രാവിലെ ഇതെല്ലാം വിടുന്ന് നല്ല ഇതായിട്ട് നിൽക്കും. ക്യാൻസറിനുള്ള മരുന്നാണെന്നാണ് ആയുർവേദക്കാർ പറയുന്നത്. ഉപയോഗക്രമം നമുക്കറിയത്തില്ല, അങ്ങനെ ഉണ്ടെന്ന് വെച്ചതാണ്. ഇതിന്റെ പൂവാണോ? ഇത് അതിന്റെ അകത്ത് ഉള്ളിൽ പൂവുണ്ട്. ഇതിനകത്ത് പൂവുണ്ട്. പൊതിഞ്ഞു നിൽക്കുക. രാവിലെ ഇതെല്ലാം വിടുന്നു ഞാൻ. നമ്മളിപ്പോ പിള്ളേരുടെ ഏറ്റവും വലിയൊരു ഹോബിയാണ് മരമുന്തിരി. പിള്ളേർക്കൊക്കെ ഇഷ്ടമല്ലേ? പിള്ളേർക്ക് ഇഷ്ടം. ഇതാണ് മരമുന്തിരി. ഇത് നിറച്ച് കായ്ക്കും. ഇത് മഴ പെയ്ത പൂത്തുന്ന സമയത്ത് ഒരു ഭയങ്കര മഴ കിട്ടിയാൽ അതുകൊണ്ട് ഒരുപാട് പൂ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഇത് തടി മുഴുവനും ഇതായിട്ട് കായ്ക്കും. ഈ നല്ല കറുത്ത് നല്ല നമ്മുടെ സാധാ മുന്തിരിയുടെ അതേ ഇതിൽ വരും. വേറെ പേരുണ്ടല്ലോ, ജംബോട്ടിക്ക എന്ന് പറയാം. ഇതാണ് ജംബോട്ടിക്ക. ഇതിന്റെ ഏകരം വരെ ഇത് കൊടുത്ത് തലയ്ക്കൽ വരെയും കയറും. എല്ലാ കമ്പലും പിടിക്കും. കാലാവസ്ഥ ഇതാണ്. പുറത്തൊക്കെ കൊടുക്കാറുണ്ടോ? ഇല്ല, ഇത് നമ്മുടെ വരുന്ന സുഹൃത്തുക്കൾക്കല്ല. വിറ്റ് പൈസ വാങ്ങിക്കുന്ന പരിപാടി ഇല്ല. ഇവിടെ വരുന്നവർക്ക് ആർക്കെങ്കിലും ഒരു ഫ്രൂട്ട്സ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഇതോ പഴുത്ത നിറം മാറി ഇത് കുറച്ചുകൂടെ ഇതായിട്ട് വരും. കളറ് കുറച്ചുകൂടെ കളറാവും അല്ലേ? നല്ല കറുപ്പ് വരുമ്പോഴാണ് പറിക്കുന്നത്. ഇതാണ് മരമുന്തിരി.